സിൽവർ സ്റ്റോം കേരള കിഡ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്നോ സ്റ്റോം കേരളാസ് ഓൺലി സ്നോ പാർക്ക്. അതിരപ്പള്ളിക്ക് പോകുന്നുള്ളൂ, സ്നോയിൽ കളിക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് LIC. जिंदगी के साथ भी, जिंदगी के बाद भी. നമസ്കാരം. കേരള കൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ പ്രാതലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പം. ഇതാ ഇപ്പോൾ മുംബൈ മലയാളികളിലെ യുവതലമുറ ഒരു അപ്പം വിളമ്പാൻ തയ്യാറെടുക്കുകയാണ്, യൂത്ത് അപ്പം. ഇന്ന് നമുക്ക് യൂത്ത് അപ്പം എന്ന വെബ് സീരീസിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്നേക്ക് 10ാം നാൾ ഞാൻ മരണപ്പെടും. ജാങ്കോ ഇത് പറയുമ്പോഴും ജീവിതത്തിലെ നർമ്മകഥകൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിന്റെ ചുവട് പിടിച്ച് നിർമ്മിച്ച യൂത്തപ്പം മുംബൈ മലയാളികൾക്ക് പുതിയ രുചിക്കൂട്ടുകൾ സമ്മാനിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യ വെബ് സീരീസായി മാറും ഇവിടുത്തെ യുവപ്രതിഭകൾ അണിനിരക്കുന്ന യൂത്തപ്പം. ഈ തേരാപാര നടക്കുന്നതാണ് എന്റെ അമ്മ ഹോം മേക്കർ ഉഷ. ഇന്ന് മുംബൈയിലെ 10-25 സമാജങ്ങളുടെ ലൈഫ് മെമ്പറാണ്. കലാ സാംസ്കാരിക രംഗത്ത് മുംബൈയിലെ മലയാളികളുടെ പങ്ക് യഥാസമയങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും മറുനാട്ടിലെ മലയാളികൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈയിലെ ഏത് കലാരംഗത്തും ഒരു പുതുതലമുറ പ്രതിഭയുടെ സാന്നിധ്യം ഉറപ്പാണ്. ഏവരെയും അത്ഭുതപ്പെടുത്തി കലാമേഖലകളിൽ മലയാളി കുട്ടികൾ പുത്തൻ ഭാവങ്ങൾ കാട്ടി എല്ലാവരുടെയും മനസ്സിൽ കുടിയേറുന്ന സാഹചര്യമാണിപ്പോൾ. ഒരു കലാരൂപം മാത്രം അരങ്ങിലേറ്റി ആവർത്തന വിരസത സൃഷ്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി പുതുതലമുറയുടെ ദിനചര്യയുടെ ഭാഗമായ സമൂഹ മാധ്യമത്തിലൂടെയുള്ള പ്രചരണവും അവതരണവും ലക്ഷ്യമാക്കി ഒരുപറ്റം മലയാളി കുട്ടികൾ ഒരുക്കുന്ന യൂത്തപ്പം എന്ന വെബ് സീരീസ് ഇതോടെ ചർച്ചയാവുകയാണ്. ഇപ്പോഴത്തെ മലയാളികൾക്കിടയിൽ ഡിജിറ്റൽ ബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൈവിക ബന്ധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതുപോലുള്ള വെബ് സീരീസുകൾ നവമാധ്യമ രംഗത്തെ പുതിയ ട്രെൻഡുകളിലേക്ക് ഇങ്ങനെ യുവാക്കൾ കടന്നു വരുന്നത്, അല്ലെങ്കിൽ കലാപ്രവർത്തകർ കടന്നു വരുന്നത് തികച്ചും അനുയോജ്യമായ ഒരു സൂചനയാണ്. ഇതിന്റെ ആദ്യ പ്രദർശനം ഇക്കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നു. ഒരാളുടെ ജീവിതഘട്ടങ്ങളിലെ ആനുകാലിക സംഭവങ്ങളും മറുനാടൻ മലയാളികളുടെ ജീവിത പശ്ചാത്തലവും സമന്വയിപ്പിച്ചാണ് യൂത്തപ്പം എന്ന വെബ് സീരീസ് എത്തുന്നത്. പതിവ് ക്ലീഷേകൾക്ക് പുറമെ പച്ചയായ നിരവധി ജീവിത നർമ്മങ്ങളും വെബ് സീരീസിലുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ അഭിനയത്തിലും അവതരണത്തിലും പുതുതലമുറ പ്രതിഭകൾ മത്സരിച്ചാണ് അഭിനയിക്കുന്നത്. കേരളത്തനിമയുള്ള പശ്ചാത്തലമൊരുക്കുന്നതിൽ അണിയറ പ്രവർത്തകർ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റോറി എല്ലാം കേൾക്കുമ്പോൾ ഒരു ഫിഗർ ഉണ്ടാവും നമുക്ക് എന്താണ് ശരിക്കും സ്റ്റോറി. 3 ഫ്രണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്യൂണും അതിൻ്റെ മനസ്സിൽ ഏകദേശം ഒന്ന് ഫിഗർ ആവും. അപ്പോൾ അതനുസരിച്ച് പിന്നെ അത് മനസ്സിൽ വെച്ച് നമ്മൾ കീബോർഡിൽ വെച്ച് ചെയ്യുകയാണ്. വ്യത്യസ്ത രീതിയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചും ജീവിതചര്യകൾ അതേപടി പകർത്തിയും യൂത്തപ്പം മുംബൈയിൽ ആദ്യമായി വിളമ്പിയപ്പോൾ വൻ കയ്യടികളും പ്രശംസകളുമായി മുതിർന്നവരും പ്രോത്സാഹനമേകി. ജാങ്കോവും കുഞ്ചുവും ശംഭുവും കിങ്ങിണിയും ഉൾപ്പെടെ മുഴുവൻ കഥാപാത്രങ്ങളും നമുക്ക് ചുറ്റുപാടുമുള്ളവരാണ്. അവരെ മികച്ച രീതിയിൽ വരച്ചു കാണിക്കുവാൻ സംവിധായകന് കഴിഞ്ഞു എന്നതാണ് യൂത്തപ്പത്തിന്റെ പ്രത്യേകത. Awesome, it's fabulous. इनके साथ काम करके बहुत मज़ा आया. I'm a Maharashtrian and I'm working in my friend's web series. I just want you to just see it. സീരിയൽ അഭിനയത്തിലൂടെയും നാടക പ്രവർത്തനങ്ങളിലൂടെയും മുംബൈയിൽ ശ്രദ്ധേയനായ നിരഞ്ജ് മേനോനാണ് യൂത്തപ്പം എന്ന വെബ് സീരീസിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കഥയും തിരക്കഥയും ജാങ്കോ ആയി വേഷമിട്ട രാഹുൽ നായരുടേതാണ്. നമ്മളെ തന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ധർമ്മമുണ്ട്. നമ്മൾ ഈ ഓഡിയൻസിനെ പല രീതിയിലുള്ള കലകൾ നമ്മൾ ഓഡിയൻസിൻ്റെ മുമ്പിൽ എത്തിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആർട്ട് ഫോം ആയിട്ടാണ് വെബ് സീരീസിനെ കണ്ട് അങ്ങനെ ഇതിലോട്ടൊന്ന് ഇറങ്ങി തിരിച്ചെന്നേ ഉള്ളൂ. അഭിഷേക് നായർ ക്യാമറയും നിർവഹിച്ചിരിക്കുന്ന ഈ വെബ് സീരീസിൽ
ഇവിടുത്തെ യുവപ്രതിഭകളും ചില മുതിർന്ന മലയാളി അഭിനേതാക്കളുമാണ് അണിനിരന്നിരിക്കുന്നത്. നമ്മൾ ഈ കുട്ടികളെല്ലാം പല നാടകങ്ങളിൽ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള കുട്ടികളാണ്. അവരോടൊപ്പം ചേരുമ്പോൾ ഞാനൊരു കുട്ടിയാവാറുണ്ട്. പിന്നെ അവരെന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്തപ്പം പോലെയുള്ള ഒരു പുതിയ സംരംഭം പുതുതലമുറ അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകുവാനും പ്രയോജനകരമായ വിമർശനം നടത്തുവാനും മുംബൈയിലെ ഓരോ മലയാളികൾക്കും അവകാശമുണ്ട്. മുംബൈയിൽ പുതിയ ഇതിഹാസങ്ങൾ രചിക്കാൻ യുവതലമുറയ്ക്ക് കഴിയട്ടെ. യൂത്തപ്പത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് ഒപ്പം കാണാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.